കമ്മ്യൂണിക്കേഷന്റെ PYQ ആണ്. ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇന്ന ഒരു ഏരിയയിൽ നിന്നാണ് വരിക. അപ്പൊ നമുക്ക് റിസർച്ച് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും ഒക്കെ നമുക്കൊരു ധാരണയുണ്ട്, ഇന്ന ഏരിയയിൽ നിന്നായിരിക്കും വരിക, ഇന്ന ടോപ്പിക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള ഒരു ഐഡിയ നമുക്ക് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കിനെ പറ്റിയിട്ടും ഉണ്ട്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഇതിനെ പിടിതരാതെ വഴുതി മാറി പോകുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചില സമയത്ത് ബുദ്ധിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ചില സമയത്ത് ഹിന്ദു കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ പല പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ചില ചോദ്യങ്ങളൊക്കെയാണ് കൂടുതലും കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ടഫാണോ, പഠിക്കാൻ പറ്റില്ല എന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് വിചാരിക്കേണ്ട. അതായത് കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബേസിക് ആയിട്ട് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക എന്നുള്ള ഒരു ഐഡിയ ആണ് കൂടുതലും കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പണ്ടൊക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കൂടുതൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ആയിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നല്ല കമ്മ്യൂണിക്കേഷൻ ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. പല പല സംഭവങ്ങൾ ഇങ്ങനെ അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ടഫാണെന്നല്ല, നമ്മുടെ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോജിക്കൽ ഒരു റീസണിങ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇനി നമ്മൾ കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഇതൊന്നും അല്ല വരിക അപ്പൊ വേറെ എന്തെങ്കിലും ആയിരിക്കും വരിക, അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഒരു കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇതായിരിക്കില്ല ചോദിക്കുക, ഇതുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാലും എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇതൊന്നല്ല, എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഏബിൾ ആവും. ഓക്കെ, ഇൻ എ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഇഫക്റ്റീവ് വെൻ പാർട്ടിസിപ്പൻസ് ആർ. അപ്പൊ നമ്മൾ 2-3 കീവേഡുകൾ ഉണ്ട്. ക്ലാസ് റൂമിലെ കാര്യമാണ് പറയുന്നത്. ഒരു ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഇഫക്റ്റീവ്, കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് വെൻ പാർട്ടിസിപ്പൻസ് ആർ, പാർട്ടിസിപ്പൻസ് എങ്ങനെയാവുമ്പോഴാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് എന്നതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുവാണ്, നിങ്ങൾ അതിന് എനിക്ക് റെസ്പോൺസ് ഒന്നും തരുന്നില്ല. അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞു, പക്ഷെ നിങ്ങൾ അതിന് എനിക്ക് റെസ്പോൺസ് തന്നിട്ടില്ല. അതിന്റെ അർത്ഥം കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്തല്ല, ഇഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് അവിടെ നിന്ന് റിപ്ലൈ കിട്ടുമ്പോഴാണ്. അതായത് സർക്കിൾ കംപ്ലീറ്റ് ആവുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് എന്ന് പറയുള്ളൂ. അതായത് സെൻഡർ മെസ്സേജ് റിസീവറിന് അയക്കുന്നു, അല്ലെ? സെൻഡർ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്ത് റിസീവറിന് അയക്കുന്നു. റിസീവർ അത് ഡീകോഡ് ചെയ്ത് ആ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു, അഥവാ റിപ്ലൈ കൊടുക്കുന്നു. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ എന്താവുന്നത്, കംപ്ലീറ്റ് ആവുന്നത്, അതിന്റെ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അതിനോടൊപ്പം തന്നെ അത് ഇഫക്റ്റീവ് ആവുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ റിസീവർ ആയിട്ടുള്ള ആള് മറുപടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആക്റ്റീവ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടുത്തെ കീവേഡ് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് പാർട്ടിസിപ്പൻസ് എന്താവുമ്പോഴാണ്, ആക്റ്റീവ് ആവുമ്പോഴല്ലേ? പാർട്ടിസിപ്പന്റ് ആക്റ്റീവ് ആവുന്നത് കൊണ്ടാണല്ലോ റിപ്ലൈ കൊടുക്കുന്നത്. സോ ആക്റ്റീവ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിൽ വരാവുന്ന ഒരു സംഭവമാണ്, അല്ലേ? ഇനി നിങ്ങൾ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. സൈലന്റ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ട് അത് ഇ ആണ്. ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത് ഡി എന്നാണ്. ഇയും എഫും ആണ്. സൈലന്റ് ഡിയും അൺക്രിട്ടിക്കൽ എഫും ആണ് കേട്ടോ. ഡി ഹോമോഫിലസ് ആണ്. ഓക്കെ, അപ്പൊ ഡി വരുന്ന ഓപ്ഷൻസ് ഒന്നും ആൻസർ ആയിട്ട് വരില്ല. അപ്പൊ അവിടെ എ ബി ഡി ഹോമോഫിലസ് ആണ് വരുന്നത്,
ഇ ആണ് സൈലന്റ്. ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. സൈലന്റ് വരുന്നത് ഇ ആണ്, അൺക്രിട്ടിക്കൽ വരുന്നത് എഫ് ആണ്. അപ്പൊ ഇയും എഫും വരുന്ന ഓപ്ഷൻസ് ഒന്നും നമുക്ക് ആൻസർ ആയിട്ട് വരില്ല. അപ്പൊ നിങ്ങൾ നോക്കി, ഇ വരുന്നതാണ് ബി ഓപ്ഷൻ. സൈലന്റ് ഇ ആണ്. ഒരിക്കലും സൈലന്റ് ആവില്ലല്ലോ കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പൻസ് ഇഫക്റ്റീവ് ആണെങ്കിൽ. അപ്പൊ ഈ വരുന്ന ഓപ്ഷനായ ബി നമ്മൾ കളഞ്ഞു. ഇനി അൺക്രിട്ടിക്കൽ, പാർട്ടിസിപ്പൻസ് ക്രിട്ടിക്കൽ അല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ക്രിട്ടിക്കൽ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ആ സംഭാഷണത്തിൽ പങ്കെടുക്കുമ്പോഴല്ലേ നമ്മൾ അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനൊക്കെ പോവുക. അപ്പൊ അൺക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ക്രിട്ടിസൈസ് ഓപ്ഷൻ നമുക്ക് കാണില്ല. അപ്പൊ ഈ വരുന്ന ഓപ്ഷനാണ് ബി, എഫ് വരുന്ന ഓപ്ഷനാണ് ഡി. അത് രണ്ടും നമ്മൾ ഡിയും മാത്രമാണ് ഉള്ളത്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. അതായത് സൈലന്റ് എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല അല്ലെ, സൈലന്റ് എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല. അപ്പൊ സൈലന്റ് ഇ ആണ്. ഈ വരുന്ന ഓപ്ഷൻ നമ്മൾ കളഞ്ഞു. അൺക്രിട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ അല്ലാതിരിക്കുക എന്നുള്ളതാണ് അല്ലെ, ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഈ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്? ക്രിട്ടിക്കൽ എന്നുള്ളതുകൊണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ക്രിട്ടിക്കൽ ആവുക എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നെഗറ്റീവും പോസിറ്റീവും. വെരി ഗുഡ്. നെഗറ്റീവും പോസിറ്റീവും പറയുന്നതാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെ, എന്നാലല്ലേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അതായത് ചുമ്മാ നമ്മളൊരു സിനിമ കാണാം, അതേ നമ്മൾ ആ സിനിമയുടെ റിവ്യൂ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അൺക്രിട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കളഞ്ഞു അല്ലെ. അപ്പൊ ഡി ആയ സൈലന്റും എഫ് ആയ അൺക്രിട്ടിക്കലും ആണ്. നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ ചേഞ്ച് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. സൈലന്റ് ഇയും അൺക്രിട്ടിക്കൽ എഫും ആണ്. ഇയും എഫും വരുന്ന ഓപ്ഷൻ നമ്മൾ കളഞ്ഞു. അതായത് ബിയും ഡിയും നമ്മൾ കളഞ്ഞു. ഇനി എയും സിയും ആണ്. അതിനകത്ത് എയില് സി ആണ് എക്സ്ട്രാ വന്നേക്കുന്നത്. അപ്പൊ സി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹെട്രോഫിലസ് ആണ്. ഹെട്രോഫിലസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹെട്രോഫിലസ്, ഹോമോഫിലസ്. ഹെറ്ററോ, ഹോമോ. ഹെട്രോ എന്ന് പറയുമ്പോൾ എന്താണ്? വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരല്ല. ഫിലസ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം എന്നാണ്. ബിബ്ലിയോ ഫൈൽ, പുസ്തകങ്ങളോട് ഇഷ്ടമുള്ള ആളെയാണ് നമ്മൾ ബിബ്ലിയോ ഫൈൽ എന്ന് പറയാ. അപ്പൊ ഹെട്രോഫിലസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഇഷ്ടങ്ങളുള്ള ആളുകള്, ഹോമോഫിലസ് എന്ന് പറയുമ്പോൾ ഒരേ ഇഷ്ടമുള്ള ആളുകള്. അപ്പൊ നിങ്ങൾ ആയിരിക്കും ഒരു ക്ലാസ്സിനകത്ത് എല്ലാവർക്കും ഒരേ ഇഷ്ടമായിരിക്കും എന്ന്, അത് വ്യത്യസ്ത ഇഷ്ടമായിരിക്കും എന്ന്. ആ അർത്ഥത്തിൽ നിങ്ങൾ ഹെട്രോഫിലസ് എന്ന് എടുക്കരുത്. സംഭവം ഇവിടെ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലാസ് റൂം ഇപ്പൊ 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ തരത്തിലുള്ള കുട്ടികളായിരിക്കും. അതുകൊണ്ടാണ് നമ്മളോട് ഹോമോഫിലസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് ഹോമോഫിലസ് ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് എടുത്തിരിക്കുന്ന ഒരു ക്ലാസ് നോക്കുവാണെങ്കിൽ ആ ക്ലാസ്സിൽ എല്ലാവരും സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഹെട്രോഫിലസ് എന്ന് പറയുമ്പോൾ ഒരേ താല്പര്യങ്ങളുള്ള ആളുകൾ എന്നാണ്. അതായത് ഒരേ താല്പര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം, മലയാള മീഡിയം, അങ്ങനെ സെപ്പറേറ്റ് സംഭവങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേ ഇഷ്ടമുള്ള ആളുകളായിരിക്കും ഒരു ക്ലാസ് റൂമിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ ഹെട്രോഫിലസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഇഷ്ടങ്ങളുള്ള ആളുകളാണ്. അതായത് ഇപ്പൊ നിങ്ങൾ BA ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് BA ഇംഗ്ലീഷ് ഇഷ്ടമുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് പഠിക്കാൻ വേണ്ടി വന്ന ആളുകളായിരിക്കും അല്ലെ. അതല്ലാതെ BA സോഷ്യോളജിയിലെ കുട്ടികൾ ആ ക്ലാസ്സിനകത്ത് കാണില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഹോമോജിനസ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എപ്പോഴും ഹോമോജിനസ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, പല പല മേഖലയിലും പല പല ഇഷ്ടങ്ങളുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ അവരെ ഒരു ക്ലാസ്സിൽ ഇരുത്താൻ പറ്റുക? നമുക്ക് അവരെ ഒരു ക്ലാസ്സിൽ ഇരുത്താൻ പറ്റുന്നതന്നെ എന്തുകൊണ്ടാണ്? അവരെല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരേ സംഭവം ആയതുകൊണ്ടാണ്. അവരെല്ലാവരും എഴുതാൻ പോകുന്ന പരീക്ഷ ഒന്നായതുകൊണ്ടാണല്ലേ. അപ്പൊ അവർ ഹോമോഫിലസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ പറയാം? ആക്റ്റീവ് പറയാം, എംപത്തറ്റിക് പറയാം, പിന്നെ അതുപോലെ തന്നെ ഹോമോഫിലസ് പറയാം. അതായത് ABD പറയാം അല്ലെ. അപ്പൊ എന്താണ് എംപത്തറ്റിക്? ഞാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കണം? എംപത്തറ്റിക് ആയിരിക്കണം, സിംപത്തറ്റിക് അല്ല എന്നുള്ളത്. സിംപത്തറ്റിക് എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് സഹതാപം കാണിക്കുന്നതാണ് അല്ലെ. എംപത്തറ്റിക് എന്ന് പറയുന്ന അനുതാപമാണ്. അനുതാപം എന്ന് പറയുന്നത് തന്റെ തന്നെ വിഷമമാണെന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് അനുതാപം എന്ന് പറയുന്നത്. മറ്റേത് സഹതാപമാണ്.
അനുതാപമാണ് എംപത്തറ്റിക്. അതായത് സഹതാപം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് വി ഫീൽ സോറി ഫോർ സമ്മൺ, അല്ലെ, നമുക്ക് അയാളോട് പാവം തോന്നുന്നു, അതാണ് സിമ്പത്തറ്റിക്. അനുതാപം അല്ലെങ്കിൽ എംപത്തറ്റിക് എന്ന് പറയുന്നത് ആ വിഷമം എന്റെ വിഷമമാണെന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും വേണ്ടത് എന്താണ്? എംപതിയാണ്. സോ ആക്റ്റീവ് ആയിരിക്കണം, പാർട്ടിസിപ്പൻസ് എംപത്തറ്റിക് ആയിരിക്കണം, അതുപോലെ തന്നെ ഹോമോഫിലസ് ആയിരിക്കണം. ഓക്കെ, ഈ പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ അവിടെ ടീച്ചറും പാർട്ടിസിപ്പന്റ് ആണ്. സിമ്പത്തറ്റിക് ഒന്നും കൂടി പറഞ്ഞു. സിമ്പത്തറ്റിക് എന്ന് പറയുന്നത് നമുക്ക് ഒരാളോട് സഹതാപം തോന്നുന്നതാണ്. നമുക്ക് വി ഫീൽ സോറി ഫോർ സമ്മൺ, അതായത് അയ്യോ കഷ്ടമായി പോയി എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് റൂമിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അതായത് അവിടെ പരിഹാരമാണ് വേണ്ടത്, അല്ലെ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ ആ കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റിയില്ല, അതിന്റെ കാരണം എന്താണ്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ലെവലിലേക്ക് ടീച്ചർ ചിന്തിക്കുമ്പോഴാണ് ആ പ്രശ്നത്തിന് അവിടെ പരിഹാരം ഉണ്ടാവുന്നത്. അതല്ലാതെ അയ്യോ കഷ്ടമായി പോയി, ആ കുട്ടി തോറ്റുപോയല്ലേ എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് കാര്യമില്ല, അല്ലെ? അവിടെ നമുക്ക് സൊല്യൂഷൻ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? എംപതിയാണ് വേണ്ടത്, സിമ്പതി അല്ല. സോ നമ്മൾ ആക്റ്റീവ്, എംപത്തറ്റിക്, ഹോമോഫിലസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കുറെ കീവേഡുകളാണ്. നമ്മൾ ഈ ഒരു ഒറ്റ ചോദ്യം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ കുറെ ഏരിയകൾ നമ്മൾ കവർ ചെയ്തു. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും എംപത്തറ്റിക് ആയിരിക്കണം, അതുപോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കണം, ഹോമോഫിലസ് ആയിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിക്കേഷനിൽ സെൻഡർ റിസീവറിന് മെസ്സേജ് അയക്കുകയും റിസീവർ അത് മനസ്സിലാക്കി തിരിച്ച് റിപ്ലൈ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, എപ്പോഴാണ് സെൻഡർ റിസീവറും റിസീവർ സെൻഡറും ആവുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴായിരിക്കും? തിരിച്ചു നടക്കുമ്പോ. തിരിച്ചു നടക്കുമ്പോ എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുമ്പോ, അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, അപ്പൊ സെൻഡ് ചെയ്യുന്ന ആളാരാണ്? ഞാനാണ്, അല്ലെ? ഇനി ഞാൻ അയച്ച മെസ്സേജ് നിങ്ങൾക്ക് കേട്ടു, നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അതിന്റെ മറുപടി തരുമ്പോ പിന്നെ സെൻഡ് ചെയ്യുന്ന ആളാരാണ്? നിങ്ങളാണ്. ഞാൻ റിസീവ് ചെയ്യുന്ന ആളാണ്, അല്ലെ? നിങ്ങൾ പറയുന്ന മറുപടി കേൾക്കുന്ന ആളാണ്. അപ്പൊ സെൻഡർ റിസീവറും റിസീവർ സെൻഡറും ആവുന്നത് എപ്പോഴാണ്? ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുമ്പോഴാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കണം, അല്ലെ? കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്ന എപ്പോഴാണ്? റിസീവർ റിപ്ലൈ കൊടുക്കുമ്പോഴാണ്. റിസീവർ റിപ്ലൈ കൊടുക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുമ്പോഴായിരിക്കും. അതായത് റിസീവർ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് റിസീവർ സെൻഡർ ആവുകയാണെന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്റ്റഡ് ആണ്. പിന്നെ സൈക്ലിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നാണ് നമ്മൾ പറയാ. അതായത് ഒരിക്കലും നിൽക്കാത്ത ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന്. അതായത് ഞാനൊരു മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ അത് കേൾക്കുന്നു, നിങ്ങൾ അതിന് റിപ്ലൈ തരുന്നു, പിന്നെ വീണ്ടും ഞാനത് കേൾക്കുന്നു, ഞാൻ അതിന് വീണ്ടും മറുപടി പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ വീണ്ടും മറുപടി പറയുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിളാണ്. ഈ സൈക്കിൾ കംപ്ലീറ്റ് ആവുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു പോകുന്ന എപ്പോഴാണ്? ഞാനൊരു മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയാതിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അവിടെ എന്തായി? ബ്രേക്ക് ആയി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് എപ്പോഴും എന്താണ്? റിസീവർ ആ മെസ്സേജ് ഡീകോഡ് ചെയ്ത് അതിന് റിപ്ലൈ തരുമ്പോഴാണ് എന്താവുന്നത്? കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഈ ഒറ്റ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ആൻസർ സി ആണ്. ഓക്കെ, അടുത്തത് പെർസ്വേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ടേമുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പെർസ്വേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസ്വേഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രൊപ്പഗാൻഡ, പെർസ്വേഷൻ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷനിൽ. അതായത് നമ്മൾ മാർക്ക് ആന്റണിയുടെ ഒരു സ്പീച്ച് ഉണ്ട്. നിങ്ങൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ കുറച്ചും കൂടെ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. നിങ്ങൾ ജൂലിയസ് സീസർ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ? ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു നാടകം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ജൂലിയസ് സീസർ മരിച്ചു കഴിയുമ്പോൾ മാർക്ക് ആന്റണി വരുന്നുണ്ട്, അല്ലെ? മാർക്ക് ആന്റണി വന്നിട്ട് ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. ആ ഒരൊറ്റ സ്പീച്ച് കഴിയുമ്പോഴാണ് ജൂലിയസ് സീസറിനെതിരെ തിരിഞ്ഞവരെല്ലാം ജൂലിയസ് സീസറിന് അനുകൂലമാവുന്നത്. അവിടെ മാർക്ക് ആന്റണി പ്രയോഗിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്, പെർസ്വേഷൻ ആണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുക, അല്ലെ? ചിലർക്ക് അതിന് ഭയങ്കര മിടുക്കുണ്ട്. അത് പോസിറ്റീവോ നെഗറ്റീവോ, പക്ഷെ അതൊരു കമ്മ്യൂണിക്കേഷന്റെ സക്സസ് ആണ്, അല്ലെ? ചില ആളുകള് പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എന്താണോ നമ്മൾ എടുത്ത സ്റ്റാൻഡ് അതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് വരുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. അപ്പൊ അതിനെയാണ് പെർസ്വേഷൻ എന്ന് പറയുക. അതായത് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ച സംഭവം അതിലേക്ക് മറ്റൊരാളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ പറയാം.
അതിനെയാണ് പെർsuasion എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മാർക്ക് ആന്റണി പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ഐ എം ഹിയർ ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം എന്നാ പറയുന്നത്. ഞാനിവിടെ സീസറിനെ അടക്കം ചെയ്യാനാണ് വന്നേക്കുന്നത്, അല്ലാതെ സീസറിനെ പറ്റിയിട്ട് പുകഴ്ത്തി പറയാനല്ലാന്ന്. അപ്പൊ തന്നെ ആളുകള് പുകഴ്ത്തി പറയാനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഓൾറെഡി ജൂലിയസ് സീസറിനോട് ദേഷ്യമുള്ള ആളുകൾക്ക് കൂടുതൽ ദേഷ്യം ഇരട്ടിക്കേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? മാർക്ക് ആന്റണി പറഞ്ഞു ഞാനിവിടെ സീസറിനെ അടക്കം ചെയ്യാനാണ് വന്നത്, അല്ലാതെ പ്രൈസ് ചെയ്യാനല്ലാന്ന്. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ സീസറിന്റെ കുറെ നല്ല കാര്യങ്ങൾ പറയുകയും സീസറിനെ കൊന്ന ആളുകളെ പറ്റിയിട്ട് നല്ലത് പറയുകയും ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കേട്ട് ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കും, അയ്യോ സീസർ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് സീസറിനെ കൊന്ന ആളുകൾ എങ്ങനെയാണ് നല്ലതാവുന്നതെന്ന്. ആ മാർക്ക് ആന്റണിയുടെ ഒരു ടെക്നീക്കായിരുന്നു. അതായത് നമ്മൾ ഉദ്ദേശിച്ച സംഭവത്തിലേക്ക് എത്തിക്കുക, അതിനെയാണ് പെർsuasion എന്ന് പറയാം. ഓക്കെ, അവിടെ പെർsuasion കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ക്ലാസ് റൂം ഇന്റൻസ് ടു മേക്ക് പീപ്പിൾ അക്സെപ്റ്റ് എ പെർട്ടിക്കുലർ. എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർsuasion കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്? വെർബൽ നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോയ്സ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ ക്ലാസ് റൂമിലെ നോയ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അവിടെ നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊല്യൂഷൻ. കമ്മ്യൂണിക്കേഷന്റെ ലെവലിലേക്ക് വരുമ്പോൾ പൊല്യൂഷൻ വരുമോ? തടസ്സങ്ങളല്ലേ? തടസ്സങ്ങളാണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഹിൻഡർ ചെയ്യുന്ന എല്ലാം എന്താണ്? നോയ്സ് ആയിട്ടാണ് നമ്മൾ പറയാ. അപ്പോ നോയ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ റേഞ്ച് പോകുന്നത്, ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആയില്ല, അതെന്താണ്? നോയ്സ് ആണ്. യെസ്, ബാരിയർ എന്ന് വേണമെങ്കിൽ പറയാം. യെസ്. ഇനി വേർബൽ ജഗ്ലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗ്ലിങ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ജഗ്ലിങ് കേട്ടിട്ടുണ്ടോ? ഈ ബോൾ വെച്ചിട്ട് ഇങ്ങനെ അമ്മാനം ആടില്ലേ, അതിനെയാണ് ജഗ്ലിങ് എന്ന് പറയാ, അല്ലെ? ജഗ്ലർ എന്നൊക്കെ പറയും അമ്മാനം ആടുന്ന ആളെ. അപ്പൊ വേർബൽ ജഗ്ലറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയില്ലേ വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുക എന്ന് പറയില്ലേ? അപ്പൊ പെർsuasion കമ്മ്യൂണിക്കേഷൻ ഒരു വാക്കുകൊണ്ടുള്ള അമ്മാനമാടല് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതാണോ? നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും അതല്ലേ സംഭവിക്കണേ ശരിക്കും, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുമല്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരാള് നമ്മളെ അടുത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ആക്ച്വലി ഇയാള് വാക്കുകൾ കൊണ്ട് അമ്മാനം ആടിയിട്ട് എന്നെ കൊണ്ട് അത് വിശ്വസിപ്പിച്ചു എന്നാണ് ചിന്തിക്കുന്നത്. അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നില്ല. അതായത് ഒരാൾ നമ്മളെ പറഞ്ഞു പറ്റിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അയാളുടെ വാക്ചാതുര്യം കൊണ്ട് എന്നെ പറ്റിച്ചു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ലല്ലോ. പകരം നമ്മൾ എന്താണ്? അയാളുടെ വാക്കിൽ വീണ് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവിടെ വെർബൽ ജഗ്ലറിനെ എന്ത് ചെയ്യല്ല? ആക്സെപ്റ്റ് ചെയ്യുമല്ല. ഇനി പൊസിഷൻ ഉണ്ട്, ഡിസോറിയന്റേഷൻ ഉണ്ട്. ഡിസോറിയന്റഡ് എന്ന് വെച്ചാൽ എന്താണ്? ഓറിയന്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകീകരിക്കുക അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഇതാവുക എന്നൊക്കെയാണ്. ഡിസോറിയന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വികേന്ദ്രീകരിച്ചു പോവാന്നാണ്, അല്ലെ? കേന്ദ്രീകരിക്കാതെ പലയിടങ്ങളിലേക്കായിട്ട് പോവുക. അതാണോ ശരിക്കും പെർsuasionൽ നടക്കുന്നത്? നമ്മുടെ എല്ലാ ആശയങ്ങളും കൂടെ ഒന്നിച്ച് ചേർന്ന് മറ്റൊരാളെ കൊണ്ട് നമ്മൾ പറയുന്ന കാര്യം വിശ്വസിപ്പിക്കുകയാണല്ലോ ചെയ്യുന്ന പെർsuasionൽ. അപ്പൊ ഡിസോറിയന്റേഷൻ വരില്ല. പകരം എന്തായിരിക്കും? പൊസിഷൻ. അതായത് പെർsuasion കമ്മ്യൂണിക്കേഷനിൽ ശരിക്കും എന്താ ചെയ്യണത്? ആളുകളെ കൊണ്ട് ഒരു പെർട്ടിക്കുലർ പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ് പെർsuasion കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ ഒരു സൈഡ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ ഈ നിങ്ങളിപ്പോ ന്യൂസ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നടി പീഡിപ്പിക്കപ്പെട്ട കേസാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ഒരു സൈഡ് പിടിക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും, അല്ലെ? നടിക്കൊപ്പമുള്ള ആളുകളുണ്ട്, എന്താണ് ദിലീപിനൊപ്പമുള്ള ആളുകളുണ്ട്, അല്ലെ? ഇങ്ങനെ രണ്ടായിട്ട് ചേരി തിരിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ എന്താണോ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ രണ്ട് ചേരി തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുവാണ്. അപ്പൊ അവിടെയൊക്കെ ശരിക്കും പെർsuasionആണ് നടക്കുന്നത്. അപ്പൊ ചാനലില് അവർക്ക് TRP റേറ്റിംഗ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ എപ്പോഴാണ്? ഈ പറയുന്ന ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്യപ്പെടുമ്പോഴാണ്. അതല്ലാതെ ഇതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആർക്കും അതിനകത്ത് താല്പര്യം ഉണ്ടാവില്ല. അതായത് നമുക്ക് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുന്നത് ഒരാളെ ഇന്ന ആള് വെറുതെ വിട്ടു അല്ലെങ്കിൽ അയാളെ കല്ലെറിയുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഇത് കിട്ടുന്നത്, അല്ലെ? അപ്പൊ അവിടെ ആരാണ് ശരിക്കും പ്രതി അല്ലെങ്കിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് അറിയുന്നതിന് പകരം രണ്ട് സൈഡായിട്ട് തിരിഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അനുകൂലിക്കുകയും ഒരു കൂട്ടം ആളുകൾ പ്രതികൂലിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ചാനലിലുള്ളവർക്ക് എന്ത് ചെയ്യുന്നത്? അതിന് റീച്ച് കിട്ടുകയും TRP റേറ്റും കിട്ടുകയും ചെയ്യുന്നത്. അപ്പൊ അവിടെ ശരിക്കും പെർsuasionആണ് നടക്കുന്നത്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചേരി തിരിയാണ് സംഭവിക്കുക.
അപ്പൊ അത് പെർsuasion ആണ്. അത് നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അല്ലെ. ഇത് നമ്മൾ ബോധപൂർവം ശരിയാണ് നമ്മൾ ഈ സൈഡ് എടുത്തേക്കാം എന്നുള്ളതല്ല. പെർsuasion എന്ന് പറയുന്നത് വളരെ ബുദ്ധിപൂർവ്വം നല്ല കഴിവുള്ള വാക്ചാതുര്യമുള്ള ആളുകൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ഒരാളെ കൊണ്ട് ഒരു പൊസിഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ് പെർsuasion കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരാള്, ഇപ്പൊ ഈ ചാനൽ ചർച്ച കണ്ടോണ്ടിരിക്കുന്ന ഒരാള് ഒന്നില്ലെങ്കിൽ ഈ അതിജീവതയുടെ ഒപ്പം നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദിലീപ് കോർണർ ചെയ്തു, അല്ലെങ്കിൽ ദിലീപ് ഇതിൽ തെറ്റുകാരനാണോ, ദിലീപ് നിരപരാധിയാണ്, ദിലീപിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ പെർsuasionൽ നടക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. റിയൽ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് മാറിയിട്ട് ആ നീതി കിട്ടണമെങ്കിൽ എന്താണ്, അത് ആരാണെന്ന് തെളിയിക്കപ്പെടണം. അതിന് പകരം ദിലീപ് ഓർ നോട്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ചർച്ച നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പെർsuasion ആണ്. ഓക്കെ, അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇപ്പോ പ്രസന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആരാണ് പറഞ്ഞത്. ഓക്കെ, ഇതിനകത്തൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട് കേട്ടോ. അതിനകത്ത് പല അഭിപ്രായങ്ങൾ ഉള്ളവരും ഉണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് യഥാർത്ഥം എന്നുള്ളത് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു കൂട്ടം ആളുകള് സപ്പോർട്ട് ചെയ്യുകയും ഒപ്പോസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പുറത്തേക്ക് വരണം അല്ലെ. അതാണ്. ഓക്കെ, മീനിങ് എന്താ? എന്താണ് പെർsuasion എന്നുള്ളതിന്റെ മീനിങ് എന്താ വരിക? പെർsuasion എന്നുള്ളതിന്റെ അതായത് നമ്മള് ഇപ്പൊ പ്രൊപ്പഗാൻഡയൊക്കെ പോലെയാണ്. അതായത് നമ്മൾ ഒരു പൊസിഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മള് എന്താണ് വാക്കുകൾ ഉപയോഗിച്ച് ഒരാളെ കൊണ്ട് ഒരു സ്റ്റാൻഡ് എടുപ്പിക്കുക. അയാൾ അറിയാതെ അയാളെ എന്താണ് അയാളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അയാളെ കൊണ്ട് ഒരു പൊസിഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ് പെർsuasion. അതായത് നമ്മൾ ഒരാളെ സ്വാധീനിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളെ ഉപദേശിക്കുക എന്ന് പറയാൻ പറ്റില്ല, അയാൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഇത് നടക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞിട്ടല്ല സ്റ്റാൻഡ് അയാൾ എടുക്കുന്നത്. അയാളിത് നിരന്തരം അയാളിലേക്ക് ഇത് കൊടുത്ത് അയാളെ കൊണ്ടൊരു പൊസിഷൻ എടുപ്പിക്കുകയാണ്. അപ്പൊ അയാൾക്ക് സ്വയം തോന്നുന്ന, അയാൾ തന്നെ എടുത്തൊരു പൊസിഷനായിട്ട് തോന്നുന്ന രീതിയിൽ അയാളെ സ്വാധീനിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ സ്വാധീനിപ്പിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം അയാളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി എക്സാക്ട് ആയിട്ടുള്ള മലയാളം മീനിങ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻസൈഡ് ദി ക്ലാസ് റൂം ലീഡ്സ് ടു. ഒരു ക്ലാസ് റൂമിനകത്ത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്തിലേക്ക് നയിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് കീവേഡ്. അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി വരില്ലേ അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനത് സഹായിക്കും അല്ലെ. ഇന്റൻസീവ് നോളജ്. ഇന്റൻസീവ് എക്സ്റ്റൻസീവ് എന്താണ്? ഇന്റൻസീവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടോപ്പിക്കിനകത്ത് നിന്നുകൊണ്ടുള്ള ചർച്ചയും, എക്സ്റ്റൻസീവ് എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സ്റ്റൻഷനും ആണ് അല്ലെ. അതാണ്. അതായത് നമ്മൾ ഒരു നോളജ്, ആ നോളജിന്റെ എക്സ്റ്റൻഷൻ ആണ് എക്സ്റ്റൻസീവ് നോളജ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ആ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് അറിവ് കിട്ടും. ആ ചർച്ച നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കിട്ടും അല്ലെ. എക്സ്റ്റൻസീവ് ഇന്റൻസീവ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്റൻസീവ് എന്ന് പറയുന്നപ്പോൾ എന്താണോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ് ഇന്റൻസീവ് നോളജ്. ഈ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ. അതായത് നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി ഒക്കെ പറഞ്ഞില്ലേ റിസർച്ചില്, അതുപോലെ ഇതിന്റെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള നോളജ്, അതായത് ഇതിന്റെ പുറത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇത് മാത്രമല്ല ഇതിനെ ചുറ്റിപ്പറ്റി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിനെ പറ്റിയിട്ടുള്ള അറിവും കൂടെ കിട്ടും അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണല്ലോ. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെങ്കിലാണ് ഇതെല്ലാം നടക്കുക. ഇനി അൺകൺട്രോൾഡ് ഡിസ്കോഴ്സസ്. കുറെ പേര് പറയുന്നുണ്ട്. അൺകൺട്രോൾഡ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ ഡിസ്കഷൻ എന്നാണ്. നമ്മളൊരു അക്കാഡമിക് തലത്തിൽ നമ്മൾ ഡിസ്കഷന് പറയുന്ന മറ്റൊരു വേർഡാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഡിസ്കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേര് പരസ്പരം തമ്മിലുള്ള ഡിസ്കഷൻ ആണ്. നമ്മൾ ഡിബേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഡിബേറ്റ് നമ്മൾ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റേ ആൾ ആ പോയിന്റിനെ ഒപ്പോസ് ചെയ്യുന്നു, അതാണ് ഡിബേറ്റ്. ഡിസ്കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഒരുമിച്ചിരുന്നിട്ട് അവരവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നതിനെയാണ് ഡിസ്കോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിസ്കോഴ്സ് ഡിബേറ്റ് തമ്മിൽ മാറിപ്പോകരുത്. ഇങ്ങനെയുള്ള വേർഡുകളൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള്, ഇപ്പൊ ഞാൻ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ആണ് ഡിബേറ്റ് നടക്കുന്നതെങ്കിൽ കുറച്ച് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും, ഫോർ പറയും അല്ലെ, കുറച്ച് ആളുകൾ അതിനെ എഗെയിൻസ്റ്റ് പറയും. അതായത്
അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയല്ല സംഭവം എന്ന് പറയുന്ന രീതിയിൽ. അതാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റുകളുടെ ഒരു വാക്തായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഡിബേറ്റ്. അതേസമയം ഡിസ്കോഴ്സ് എന്താണെന്ന് എന്താണ് സംവാദം എന്ന് പറയില്ലേ ഡിബേറ്റിന്? ചെറിയ ക്ലാസ്. അതെ അതെ, സംവാദം. ഡിബേറ്റ് സംവാദമാണ്. ഡിസ്കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ചയാണ്. സംഭാഷണം എന്ന് പറയാം. പ്രഭാഷണം സ്പീച്ചാണ്. സംഭാഷണം എന്ന് പറയുന്നത് 2-3 പേര് തമ്മിലുള്ള ചർച്ചയാണ്. അതായത് അവരവരുടെ ആശയങ്ങൾ പങ്കുവെക്കുകയാണ്. അതല്ല അതേപോലെ ഞാൻ ആശയം പറയുമ്പോൾ അത് ഞാൻ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ അതിന്റെ ഫോർ പറയും, നിങ്ങൾ അതിന്റെ എഗെയിൻസ്റ്റ് പറയുന്നതുമല്ല. അതായത് ചിലപ്പോൾ അതിനകത്ത് ഫോർ എഗെയിൻസ്റ്റ് ഒക്കെ വന്നേക്കാം അല്ലെ, പക്ഷെ നമ്മുടെ ആശയങ്ങൾ പരസ്പരം കൈമാറുന്നതാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ ശരിക്കും എന്താണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ? ശരിക്കും ഒരു ഡിസ്കോഴ്സ് ആണ് അല്ലെ. അവിടെ ഡിബേറ്റ് അല്ല നടക്കുന്നത്. കുട്ടികൾ അവർക്ക് അറിയാവുന്ന ആശയങ്ങൾ പങ്കുവെക്കുന്നു, ടീച്ചർ ആശയങ്ങൾ പങ്കുവെക്കുന്നു. ഇതാണ് ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു ഡിസ്കോഴ്സ് ആണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് അൺകൺട്രോൾഡ് ഡിസ്കോഴ്സസ് എന്നാണ്. അൺകൺട്രോൾഡ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായി അല്ലെ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അൺകൺട്രോൾഡ് എന്ന് പറയുമ്പോൾ കൺട്രോൾ ഇല്ലാത്ത തരത്തിൽ ഉള്ള ഒരു ഡിസ്കോഴ്സ്. അതായത് ചർച്ച നടക്കുമ്പോൾ അതിനൊരു കൺട്രോളും ഇല്ലെങ്കിൽ എന്താണ് അത് നമുക്ക് ഇഫക്റ്റീവില് പറയാൻ പറ്റില്ല. സോ നമ്മൾ ഡി കളഞ്ഞു. ഇനി വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തില്ല? എന്താണ് വേർട്ടിക്കൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ? ഡിസ്കോഴ്സ് നെഗറ്റീവ് വേർഡ് അല്ല, ഡിസ്കോഴ്സ് ഒരു പോസിറ്റീവ് വേർഡ് ആണ്. ഒന്നും നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിബേറ്റ് എന്താന്ന് ഒരു ടോപ്പിക് പറയുമ്പോൾ ബാക്കി പറഞ്ഞില്ല. ഡിബേറ്റ് എന്ന് പറയുന്നത് ഒരാള് അതിന് ഫോർ പറയും, മറ്റാള് എഗെയിൻസ്റ്റ് പറയും. അതായത് ഇപ്പോ നമ്മള് വായന മരിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ ഒരാൾ പറയുന്നു അതെ വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു കൂട്ടം ആളുകൾ പറയും. മറ്റേ ആൾക്കാർ എന്ത് പറയും? ഇല്ല, വായന മരിച്ചിട്ടില്ല. അതായത് ആളുകൾ ഇപ്പോഴും വായന നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ വന്നാലും മൊബൈൽ വന്നു കഴിഞ്ഞാലും മൊബൈലിൽ വായന നടക്കുന്നുണ്ട്. അതുകൊണ്ട് വായന മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരാൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയും ആ സ്റ്റേറ്റ്മെന്റിനെ, ഒരാൾ അതിനെ ഒപ്പോസ് ചെയ്ത് പറയും. അതാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോറും എഗെയിൻസ്റ്റ് എന്നുള്ളൊരു ഫോർമാറ്റ് ഒന്നും ഇല്ല. ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് റൂമിൽ എപ്പോഴും നടക്കുക ഡിസ്കോഴ്സ് ആണ്, ഡിബേറ്റ് അല്ല. ഡിബേറ്റ് നമ്മളൊരു മത്സരമൊക്കെ ആയിട്ടാണ് നമ്മൾ പറയാം. അതല്ലാതെ നമ്മളൊരു നമ്മളൊരു ഡിബേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മത്സരത്തിനല്ലാതെ നമ്മളൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ചർച്ചയല്ല ശരിക്കും ഡിബേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇപ്പൊ ഡിബേറ്റിൽ നിങ്ങൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാല് ഫോർ പറയുന്ന ആളുകള് അവര് പറയുന്ന ആശയമാണ് ശരിയെന്ന് പറയാൻ വേണ്ടി അവര് എങ്ങനെ വേണമെങ്കിലും ഏതറ്റം വരെയും പോകും. എഗെയിൻസ്റ്റ് പറയുന്ന ആളുകള് അവർ പറയുന്നതാണ് ശരിയെന്ന് സമർപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അപ്പൊ അതിനൊരു ഭാഷ എലമെന്റ് വരുന്നുണ്ട് ഡിബേറ്റിന്. പക്ഷെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്ന കാര്യം ഷെയർ ചെയ്യുവാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുവാണ്. അവിടെ തർക്കമൊക്കെ ഇല്ല. ക്ലിയർ? പിന്നെ ആരോ വേറെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഡിബേറ്റ് എന്താണെന്ന് ചോദിച്ചു. വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഡയഗണലും 3 തരം കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ക്ലാസ് നമ്മൾ ഇതിന് മുന്നേ ഉള്ള പറയാൻ വന്നേ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഡയഗണൽ. ഈ 3 ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്വേർഡും ആവാം ഡൗൺവേർഡും ആവാം. എന്താന്ന് ഞാൻ പറയാം. ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് ഒരു കാര്യം പറയണം. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ ക്ലാസ് ടീച്ചറിനോട് പറയും, ക്ലാസ് ടീച്ചർ അത് പ്രിൻസിപ്പളിനോട് പറയും അല്ലെ. ഇനി പ്രിൻസിപ്പളിന് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഇൻഫോം ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടീനെ അടുത്ത് ഒരു കാര്യം പറയണം. അപ്പോ പ്രിൻസിപ്പൾ അത് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞിട്ട് ക്ലാസ് ടീച്ചർ പറയും പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട് എന്ന് പറയും അല്ലെ. അപ്പൊ ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴത്തോട്ടുമാണ്. ഇപ്പൊ എനിക്ക് പ്രിൻസിപ്പളിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോ ഒരു ക്ലാസ് റൂം ഒരു സ്കൂളിന്റെ തലത്തിൽ അല്ലെങ്കിൽ ഒരു കോളേജിന്റെ തലത്തിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ വിദ്യാർത്ഥികളായിരിക്കും ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്നത് അല്ലെ. ഹൈറാർക്കി വൈസ് അധികാരത്തിന്റെ ശ്രേണി എന്ന് നമ്മൾ പറയില്ലേ, ശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. അപ്പൊ വിദ്യാർത്ഥികളുടെ മുകളിലായിരിക്കും ടീച്ചേഴ്സ്. ഇനി അതിൽ തന്നെ ടീച്ചേഴ്സിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് HOD. HODയുടെ മുകളിലാണ്
പ്രിൻസിപ്പൽ അല്ലെങ്കിൽ CD അല്ലെ, ക്യാമ്പസ് ഡയറക്ടർ, ഇങ്ങനെയൊക്കെ വരും. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ VC ഒക്കെയാണ് വരിക. അപ്പൊ ആ ലെവലിലാണ് ഇത് പോകുന്നത്. അപ്പൊ ഇത് താഴേന്ന് മുകളിലേക്കാവാം, മുകളിൽ നിന്ന് താഴത്തേക്കാവാം അല്ലെ. അപ്പൊ ഏറ്റവും ഹൈറാർക്കിയിൽ താഴേന്ന് മുകളിലുള്ളവരുടെ അടുത്താണ് പറയുന്നത്. അതായത് കുട്ടിക്ക് പ്രിൻസിപ്പലിനോടാണ് സംസാരിക്കേണ്ടതെങ്കിൽ അത് അപ്വേർഡ് ആണ്, താഴേന്ന് മുകളിലേക്കാണ്. പ്രിൻസിപ്പലിന് കുട്ടിയുടെ അടുത്താണ് സംസാരിക്കേണ്ടതെങ്കിൽ അത് ഡൗൺവേർഡ് ആണ്. ഇത് രണ്ടും എന്താണ്? വേർട്ടിക്കൽ ആണ്. അപ്പൊ ഒരിക്കലും ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേഷൻ വേർട്ടിക്കൽ ആവില്ല. കാരണം അവിടെ എന്തല്ല, അവിടെ ഒരു ഹൈറാർക്കിയുടെ ഇഷ്യൂ വരുന്നില്ല. അങ്ങനെ ഹൈറാർക്കി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായി പോയില്ല. അതായത് ഇപ്പൊ ടീച്ചറിനോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ കുട്ടിക്ക് അടുത്ത ഒരാളടുത്ത് പറഞ്ഞ് അത് ടീച്ചറോട് പറഞ്ഞ് അങ്ങനെയല്ല അല്ലെ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. പരസ്പരം ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്തല്ല, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വേർട്ടിക്കൽ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെ നിന്നുള്ളവര് ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിലുള്ളവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിലുള്ളവര് ഏറ്റവും താഴെയുള്ളവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം. രണ്ടും എന്ത് തന്നെയാണ്? വേർട്ടിക്കൽ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഒരേ ലെവലിലുള്ള രണ്ടാളുകൾ, ഹൈറാർക്കി ഒരേ ലെവലിലുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസ് റൂമിൽ രണ്ട് കുട്ടികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിരിക്കും? രണ്ട് ഡിപ്പാർട്ട്മെന്റിലെ HODമാര്, അതായത് ഇപ്പൊ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HODയും ഇംഗ്ലീഷ് സൗണ്ട് കേൾക്കുന്നില്ലേ? ഇപ്പൊ ഓക്കെയാണോ? ഓക്കെയാണോ? അപ്പോ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ HODയും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HODയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് തരം കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. കാരണം അവിടെ എന്ത് വരുന്നില്ല? ഹൈറാർക്കി വരുന്നില്ല. രണ്ടുപേരും ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ്. പക്ഷെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെന്നേ ഉള്ളൂ അല്ലെ. ഒന്ന് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HODയാണ്, മറ്റേത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ HODയാണ്. രണ്ടുപേരും ഒരേ പവറിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് പരസ്പരം ഉള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഹൊറിസോണ്ടൽ എന്നാണ് പറയാ. അതേസമയം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HOD കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അതെന്തായി? ഡൗൺവേർഡ് ആയി. കാരണം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HOD എന്താണ്, പവർ വൈസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിനേക്കാളും മുകളിലാണ് അല്ലെ. അപ്പോ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോ എന്തായി? അത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ മുകളിൽ നിന്ന് താഴേക്ക് ആയതുകൊണ്ട് ഡൗൺവേർഡ് ആണ്. വ്യത്യാസം മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ ആണ്. അപ്പൊ അതാണ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ആവാം, അപ്വേർഡ് ആവാം. ഹൊറിസോണ്ടൽ ഒരേ പവറിൽ ഇരിക്കുന്ന രണ്ടാളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഡയഗണൽ എന്താണ്? ഡയഗണൽ എന്ന് പറയുന്നത് ഇപ്പൊ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HOD ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ അടുത്ത് സംസാരിക്കാം. രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഹയർ അതോറിറ്റി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ലോവർ അതോറിറ്റിയോട് സംസാരിക്കുമ്പോൾ ഡയഗണൽ ആണ്. നിങ്ങൾ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിന്റെ ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് വരക്കുന്ന ഡയഗണൽ എന്ന് പറയുന്നത്. കോർണറിൽ മറ്റൊരു കോർണറിൽ വരക്കുന്ന വരെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയാ അല്ലെ. ആ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്വയറിന് രണ്ട് ട്രയാങ്കിൾ ആയി കിട്ടും അല്ലെ. അതിന്റെ മുകളിലെ കോർണറിൽ നിന്ന് താഴത്തെ കോർണറിലേക്ക് വരയ്ക്കുന്ന വരയല്ലേ, അതിനല്ലേ നമ്മൾ ഡയഗണൽ എന്ന് പറയാ അല്ലെ. മാത്സിൽ ഡയഗണൽ വരച്ചില്ലേ? അതെന്താണെന്നുള്ളത് ഒരു സെക്കൻഡ്. ഇതാണ് സ്ക്വയർ എങ്കിൽ ഇങ്ങനെ വരക്കുന്നതല്ലേ ഡയഗണൽ. കണ്ടോ ഇങ്ങനെ. അതായത് ഇതിപ്പോ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഇത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HOD, ഇത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ HOD. ഇത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഇത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ. ഇത് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഡിപ്പാർട്ട്മെന്റിലെ ആളോടാ പറയുന്നത്. ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HOD കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിനോട് പറയുകയാണെങ്കിൽ ഇത് വെർട്ടിക്കൽ ആണ്. വെർട്ടിക്കലിലെ തന്നെ ഡൗൺവേർഡ് ആണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HOD ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതെന്താണ്? അത് ഡയഗണൽ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ അത്? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ വരും? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പ്രോബ്ലം സോൾവിംഗ്, ഇന്റൻസീവ്, എക്സ്റ്റൻസീവ്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ വരില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ആദ്യമേ കളഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ A, B and C. ക്ലിയർ അല്ലേ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു എന്താണ്? വെർട്ടിക്കലിന് പകരം ആ ഓപ്ഷൻ ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതും ആൻസറിൽ പെടുകയോ? എന്താണ് വെർട്ടിക്കല്?
ഹൊറിസോണ്ടൽ ആയിരുന്നെങ്കിൽ ഹൊറിസോണ്ടൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹൊറിസോണ്ടൽ നമുക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ പോസിബിൾ ആണ്. കാരണം രണ്ട് കുട്ടികൾ പരസ്പരം, പക്ഷെ അന്നാലും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ചോദിച്ചാൽ കാരണം നിങ്ങൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂമില്ലേ കുട്ടികൾ പരസ്പരം തമ്മിൽ സംസാരിക്കുന്നതല്ലേ ഹൊറിസോണ്ടൽ വരിക. കാരണം ഒരേ ലെവലിൽ ഒരു ക്ലാസ് റൂമിൽ ഒരേ ലെവലിലുള്ള ആളുകൾ ആരായിരിക്കും? കുട്ടികളായിരിക്കും. അപ്പൊ ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾ പരസ്പരം സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണോ? ആലോചിച്ച് നോക്കിയേ. അതായത് ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്കോഴ്സ് ആണ് നടക്കേണ്ടത് അല്ലേ? ഇപ്പൊ ടീച്ചറും കുട്ടിയാണ് സംസാരിക്കേണ്ടത് ക്ലാസ്സിൽ. അതല്ലാതെ കുട്ടികൾ പരസ്പരം സംസാരിക്കുന്നത് നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? ആ ക്ലാസ് റൂമിൽ എന്തോ അതെ അവിടെ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുന്നത്, കുട്ടികൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ആ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ആലോചിക്കുക, ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഒരേ ലെവലിലുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഒരു ക്ലാസ്സിൽ ഒരേ ലെവലിലുള്ള ആളുകൾ ആരായിരിക്കും? കുട്ടികൾ മാത്രമായിരിക്കും. കാരണം ടീച്ചർ എപ്പോഴും ഹൈറാർക്കിയിൽ മുകളിലുള്ളതാണ്. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ അപ്പൊ എന്ത് തരം കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മൂന്നിലും വരില്ല. അതെന്താണ്? അത് റെസിപ്രോക്കൽ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതൊരു ഡിസ്കോഴ്സ് ആണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൈമാറ്റം ചെയ്യലാണ്, റെസിപ്രോക്കൽ ആണ്. നമ്മൾ ഒരു നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കുക എങ്ങനെയാണ്? 2/3 എന്ന് പറയുന്നതിന്റെ റെസിപ്രോക്കൽ എന്താണ്? അതിനെ തിരിച്ചിടുക 3/2. അതാണ് ക്ലാസ് റൂമിൽ നടക്കേണ്ടത്. അതായത് ടീച്ചർ സംസാരിക്കുന്നു, കുട്ടിയോട് സംസാരിക്കുന്നു, കുട്ടി തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു, ടീച്ചർ ചോദ്യം ചോദിക്കുന്നു, കുട്ടി റിപ്ലൈ കൊടുക്കുന്നു, ടീച്ചർ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുന്നു, കുട്ടി ഒരു സംശയം ചോദിക്കുന്നു, ടീച്ചർ ആ സംശയത്തിന് മറുപടി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൊടുക്കൽ വാങ്ങലാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ വേണ്ടത്. അതിന് നമ്മൾ റെസിപ്രോക്കൽ എന്നാണ് പറയാ. റെസിപ്രോക്കൽ അല്ലെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷണൽ എന്നൊക്കെ പറയും. ഓക്കെ. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ത് തരമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ട്രാൻസാക്ഷണൽ ആണെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു നമ്മുടെ ഒരു അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ അല്ലേ നടക്കുക. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇടും, ചിലപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കും. അപ്പൊ പൈസ ഇടുക എടുക്കുക എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സും നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും? ട്രാൻസാക്ഷണൽ ആയിരിക്കും. ഒരിക്കലും ഈ പറയുന്ന വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ഡയഗണലോ ആയിരിക്കില്ല. ഇതിൽ മൂന്നിലും വരില്ല. പകരം ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? ട്രാൻസാക്ഷണൽ ആയിരിക്കും. അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എപ്പോഴും റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് കൊടുക്കൽ വാങ്ങലാണ്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ കൊടുക്കൽ വാങ്ങൽ. ട്രാൻസാക്ഷണൽ എന്ന് പറയുമ്പോഴും റെസിപ്രോക്കൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. അപ്പോൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റെസിപ്രോക്കലോ ട്രാൻസാക്ഷണലോ കണ്ടു കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാം. ക്ലിയർ ആണോ? അത് ലാസ്റ്റ് പറഞ്ഞ മനസ്സിലായില്ല. അത് ചൂസ് ചെയ്യാം എന്നാ പറയണത്? അത് ചൂസ് ചെയ്യാം. ഇതും ചൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ മൂന്നും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഈതർ റെസിപ്രോക്കൽ എന്നോ ട്രാൻസാക്ഷണൽ എന്നോ വന്നു കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. വെർട്ടിക്കൽ ചൂസ് ചെയ്യാൻ പറ്റില്ല, ഹൊറിസോണ്ടൽ ചൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയഗണലും ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. കാരണം വെർട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഫോർമൽ കോണ്ടെക്സ്റ്റിൽ നടക്കുന്നതാണ്. ഇപ്പൊ ഓഫീസിലൊക്കെ നടക്കുന്നതാണ്. അതൊരിക്കലും ക്ലാസ് റൂമിൽ സാധ്യമല്ല. അപ്പൊ വെർട്ടിക്കൽ വരില്ല. ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഒരേ പവറിലുള്ള ആളുകൾ സംസാരിക്കുന്നതാണ്. അവിടെ ഒരേ പവർ ഗ്രൂപ്പിൽ ഇരിക്കുന്നത് കുട്ടികൾ മാത്രമാണ്. അപ്പൊ കുട്ടികൾ പരസ്പരം ക്ലാസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവ് അല്ല. പിന്നെ ഡയഗണൽ എന്ന് പറയുന്നത് രണ്ട് എന്താണ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ മാറിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ ഒരു ക്ലാസ് റൂം മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഈ ക്ലാസ് റൂമിൽ നിന്ന് അപ്പുറത്തെ ക്ലാസ് റൂമിലേക്കല്ല കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തും എടുക്കാൻ പറ്റില്ല, ഡയഗണലും എടുക്കാൻ പറ്റില്ല. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒന്നില്ലെങ്കിൽ റെസിപ്രോക്കൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ട്രാൻസാക്ഷണൽ എന്ന് പറയുമ്പോൾ കൊടുക്കൽ വാങ്ങലാണ്. അതായത് ടീച്ചർ ഒരു കാര്യം പറയുന്നു, കുട്ടി അത് എടുക്കുന്നു, കുട്ടി ഒരു കാര്യം പറയുന്നു, ടീച്ചർ അത് എടുക്കുന്നു. അപ്പൊ അവിടെ കൊടുക്കൽ വാങ്ങലാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല. വെർട്ടിക്കൽ എന്ന് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ ഹൊറിസോണ്ടലും പറ്റില്ല, ഡയഗണലും പറ്റില്ല. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഈ ഇന്റൻസീവ് എക്സ്റ്റൻസീവ് പറഞ്ഞതാണോ? അപ്പൊ പറഞ്ഞത് ഇന്റൻസീവ് എന്ന് പറയുന്നത് നമ്മളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ആ ടോപ്പിക്കിനകത്ത് നിന്നിട്ടുള്ള ചർച്ചയാണ്. എക്സ്റ്റൻസീവ് എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്.
അപ്പൊ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മനസ്സിലാക്കേണ്ടത് ആ ടോപ്പിക്ക് മാത്രമല്ല, ആ ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അതിന്റെ പുറത്തേക്കുള്ള എക്സ്റ്റൻസീവ് നോളജും കൂടി ആ കുട്ടിക്ക് കിട്ടുകയാണ് അല്ലേ. ഇപ്പൊ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് മാത്രം മനസ്സിലായതെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അതിനെ എക്സ്റ്റെൻഡ് ചെയ്തും കൂടി പറയാൻ പറ്റുവാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിലാണ് നമ്മളവിടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ 4th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗ്. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രോഡ്കാസ്റ്റിംഗ് ടിവിയിലൊക്കെയാണ് ബ്രോഡ്കാസ്റ്റ് വരിക അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു എഡ്യൂക്കേഷണൽ ചാനൽ എന്ന് ഉദ്ദേശിക്കാം അല്ലെ. ഇപ്പൊ വിക്ടേഴ്സ് ചാനല് നമ്മളിപ്പോ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു TV ചാനൽ അല്ലെ. ഒരുപാട് എഡ്യൂക്കേഷണൽ ചാനലുകൾ ഉണ്ട്. ഇപ്പൊ സ്വയംപ്രഭയുടെ ഒക്കെ ചാനലുകളൊക്കെ എന്താണ് എഡ്യൂക്കേഷണൽ ചാനലുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചാനല് നമ്മൾ കാണുമ്പോൾ ഇറ്റ് സഫേഴ്സ് ഫ്രം ദി ഫാക്ടർ ഓഫ്, അതിനകത്തൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സഫർ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? സ്വാഭാവികമായിട്ടും സഫർ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലെ. നമ്മൾ സഫർ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ആ വേർഡിൽ നിന്ന് തന്നെ ഇതിനകത്തും നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ സഫർ എന്നുള്ള വേർഡ് കാണുമ്പോൾ സഫർ ഫ്രം ദി ഫാക്ടർ ഓഫ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഫാക്ടർ നമ്മൾ സഹിക്കുന്നു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു പോസിറ്റീവ് അല്ല, നമ്മൾ സഹിക്കുവാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അത് പോസിറ്റീവ് അല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. ഇനി അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് നോക്കുക. എക്സ്റ്റെൻഡഡ് ഇന്ററാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ററാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? ഇന്ററാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുക. അത് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് അല്ലേ? നമ്മുടെ ഇന്ററാക്ടിവിറ്റി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് അല്ലേ? അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം എക്സ്റ്റെൻഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പൊ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഇന്ററാക്ടിവിറ്റി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, അതായത് അതിനെ കുറച്ചും കൂടി വിപുലപ്പെടുത്തി എന്ന് പറയുമ്പോൾ നല്ലതല്ലേ അല്ലേ? നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, അത് കുറച്ചും കൂടി വിപുലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നല്ലൊരു കാര്യമാണ്. അപ്പൊ അത് എന്ത് പറയാൻ പറ്റില്ല? നമുക്ക് ആൻസർ ആയിട്ട് വരും എന്ന് പറയാൻ പറ്റില്ല. ഇനി ഓട്ടോമേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിരിക്കും എന്നുള്ളത്, അത് ഒരു പരിധി വരെ ബ്രോഡ്കാസ്റ്റിംഗിൽ ശരിയാണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഓട്ടോമേറ്റഡ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി സിയും ഡിയും കൂടെ നോക്കാം. അറ്റൻഷൻ സ്പാനും ഇന്റേണൽ എക്സ്റ്റേണൽ മൊണോപ്പൊളിയും. എന്താണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്? മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തക എന്നൊക്കെ പറയുന്നതാണ് അല്ലെ. ഇന്റേണൽ എക്സ്റ്റേണൽ മൊണോപ്പൊളി, അതായത് നിങ്ങൾ ആലോചിക്കുക, ഒരു എഡ്യൂക്കേഷണൽ ചാനൽ എന്ന് പറയുന്ന ഒരിക്കലും അങ്ങനെ ഒരു കുത്തക വരുന്ന, അതായത് ഇപ്പൊ നമ്മളൊരു കൊമേഴ്ഷ്യൽ ചാനൽ ആണെങ്കിൽ ഓക്കെ, ഇപ്പൊ ഒരു വാർത്താ ചാനൽ ആണെങ്കിൽ ഓക്കെ അല്ലെ, അതിന് TRP റേറ്റിംഗ് വേണം. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളിപ്പോ ഇഗ്നോയുടെ ചാനൽ കണ്ടു നോക്കുക. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ ദൂരദർശൻ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ദൂരദർശൻ കണ്ടിട്ട് നിങ്ങൾ ഈ പറയുന്ന ഏത് ചാനൽ ആയിക്കോട്ടെ, റിപ്പോർട്ടറോ ഏഷ്യാനെറ്റ് ന്യൂസോ 24/7 ഏത് ചാനൽ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. ദൂരദർശനിൽ അങ്ങനെ പ്രത്യേകിച്ച് TRP റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഗിമ്മിക്സും അതിനകത്തില്ല. പക്ഷെ അതേസമയം മറ്റു ചാനലുകൾ കാണുമ്പോൾ നമ്മൾ വാർത്തയാണോ കാണുന്നത് അതോ ഇത് വേറെ എന്തെങ്കിലും സംഭവമാണോ എന്ന് തോന്നിപ്പോവും. അപ്പൊ അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷണൽ ചാനലിൽ ഒരിക്കലും ഇന്റേണൽ എക്സ്റ്റേണൽ മൊണോപ്പൊളി ഒന്നും ഉണ്ടാവില്ല. കാരണം അവിടെ അങ്ങനെ മൊണോപ്പൊളൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇത് ഈ പറയുന്ന ചാനലുകൾ ഒന്നും തന്നെ എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ അല്ല. ഇതെല്ലാം എഡ്യൂക്കേഷണൽ ചാനൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു കോമ്പറ്റീഷന്റെ ഒന്നും ഫാക്ടർ വരുന്നില്ല. അതുകൊണ്ട് ഇന്റേണൽ എക്സ്റ്റേണൽ മൊണോപ്പൊളി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ചാനലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ബാധകമല്ല. അതേസമയം അതൊരു കൊമേഴ്ഷ്യൽ ചാനൽ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യം ഓക്കെ ആണ്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഡൗട്ട് ഉള്ളത് ഓട്ടോമേറ്റഡ് കമ്മ്യൂണിക്കേഷനും അറ്റൻഷൻ സ്പാനും ആണ്. അവിടെ നിങ്ങൾ ഏതിനാണ് മുൻതൂക്കം വരുന്നത് നോക്കാം. എല്ലാവരും സി പറയുന്നുണ്ട്, ശരിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്നതും നിങ്ങളൊരു റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളൊരു ചാനലിൽ കാണുന്നതും തമ്മിൽ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും. ഇനി അതുമല്ല, നിങ്ങളൊരു ഫിസിക്കൽ ക്ലാസ്സിൽ ഇരിക്കുന്നതും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നതും തമ്മിലും വ്യത്യാസമുണ്ട്. ഫിസിക്കൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ആക്ടിവിറ്റിയിലോട്ടും പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോഴ്സ്ഡ് ആണ് ആ ആക്ടിവിറ്റിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുന്ന എത്ര പേര് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു റൂമിനകത്ത് ഡോർ അടച്ചിട്ടിട്ട് ഇരിക്കുന്നവരുണ്ടാവും? വളരെ കുറവായിരിക്കും അല്ലെ. ബാക്കിയുള്ളവർ ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഏറ്റവും
വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അറ്റൻഷൻ സ്പാൻ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ എല്ലാം അവിടെ കാണുന്നുണ്ട് അല്ലെ, നമ്മൾ അവിടെ ലൈവായിട്ട് അവിടെ ഉണ്ട്, നമ്മൾ ഒരു ക്ലാസിന്റെ ആംബിയൻസിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റൻഷൻ സ്പാന് കുറച്ചും കൂടെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു എന്താണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. ഇനി ഈ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കുറച്ചും കൂടി എൻഗേജിംഗ് ആണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും. അതേസമയം ഇതൊരു റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലോ നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ അറ്റൻഷൻ സ്പാൻ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച സംഭവങ്ങളാണ് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏറ്റവും വരാൻ സാധ്യതയുള്ള എന്താണ്, അറ്റൻഷൻ സ്പാൻ ആണ് ഏറ്റവും സഫർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫാക്ടർ. അതായത് അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറയും ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ആവുമ്പോൾ. ഓക്കെ, ഓട്ടോമാറ്റഡ് കമ്മ്യൂണിക്കേഷൻ അപ്പൊ എന്താണ് ഓട്ടോമേറ്റഡ് എന്ന് പറയുന്നത്? ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ്. നിങ്ങൾ എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗിലൊക്കെ ഓട്ടോമേറ്റഡ് ആണ്. അത് പിന്നെ ഓട്ടോമേറ്റഡ് എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം കൂടി ഓട്ടോമാറ്റിക് എന്നുള്ളത്. ഇപ്പൊ എല്ലാം ഓട്ടോമാറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നതെന്നുള്ളതാണ്. അതായത് നിയന്ത്രണം ഇല്ലാതെ നടക്കുന്നതെന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഓട്ടോമാറ്റിക് എന്ന് നമ്മൾ പറയാറില്ലേ. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് പോയി നിൽക്കണ്ട, അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്തോളും അല്ലെ. അതാണ് ഓട്ടോമേറ്റഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഓട്ടോമേറ്റഡ് ആവുന്നതിനേക്കാളും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളത് അറ്റൻഷൻ സ്പാൻ കുറയാന്നുള്ളതാണ്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓട്ടോമേറ്റഡ് ആണെങ്കിലും അറ്റൻഷൻ സ്പാൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം വരുന്നില്ല അല്ലെ. എന്തുകൊണ്ടാണ് അറ്റൻഷൻ സ്പാൻ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്? കാരണം അറ്റൻഷൻ കിട്ടുന്നില്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ വേസ്റ്റ് ആയി. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മള് സിനിമ ഓട്ടോമേറ്റഡ് ആണ് അല്ലെ. നമ്മൾ സിനിമ ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ അത് ഓണാക്കിയിട്ട് പിന്നെ അത് അതിനിടയിൽ സിനിമ അഭിനയിക്കുന്ന ആളുകൾ അപ്പൊ വന്ന് അഭിനയിക്കുന്നതല്ല. അവര് നേരത്തെ അഭിനയിച്ചു വെച്ച സംഭവം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളോട് ഓണാക്കിയിട്ട് പോകുന്നതാണ്. പക്ഷെ അവിടെ എന്ത് വരുന്നില്ല, അറ്റൻഷൻ സ്പാൻ കുറയുന്നില്ല. നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെയാണ് ആ സിനിമ മുഴുവൻ കണ്ടു തീർക്കുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓട്ടോമേറ്റഡ് ആവുന്നതല്ല മാറ്റർ, അറ്റൻഷൻ സ്പാനിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവാതെ പോകുന്നത് അല്ലെ. ഇപ്പൊ ഒരു സിനിമ തിയേറ്ററിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ അതേസമയം അത് സിനിമ കാണുന്ന ആളുകൾ വളരെ ശ്രദ്ധ കൊടുത്താണ് ആ സിനിമ കാണുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ എന്താവുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊരു നെഗറ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓട്ടോമേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് അല്ല, അൺലെസ് ആൻഡ് അൺടിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാതെ പോവുകയാണെങ്കിൽ മാത്രമേ നമ്മളത് എടുത്തു പറയേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ ആണോ? ഇനി in communication in a classroom situation, which one of the following approaches will be considered most appropriate? അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏത് തരം കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ ഓരോ വാക്കിന്റെ അർത്ഥം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഇൻ കമ്മ്യൂണിക്കേഷൻ in communicating in a classroom situation, which one of the following approaches will be considered most appropriate? അതായത് ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള അപ്രോച്ച് ആയിരിക്കും അഭികാമ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഓപ്ഷൻ തന്നിട്ടുള്ളത് അസേർട്ടീവ് ആൻഡ് കൺഫോമിസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അസേർട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അസേർട്ടീവ് ആവുക എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം ഇന്നതാണ് എന്ന് തറപ്പിച്ച് പറയുമ്പോഴാണ് അസേർട്ടീവ് എന്ന് പറയുന്നത്. അത് ക്ലാസ് റൂം സിറ്റുവേഷനിൽ നല്ലതാണോ? അതായത് ടീച്ചർ ഇതാണ് സംഭവം, നിങ്ങൾ അതങ്ങ് കേട്ടാ മതി എന്ന് പറയുകയാണെങ്കിൽ അതെന്തല്ല, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം അല്ല അല്ലെ. ഇപ്പൊ അസേർട്ടീവ് എന്ന് പറയുന്ന കൂടുതലും ഇതാണ് സംഭവം, ഇത് നിങ്ങളങ്ങ് പഠിച്ചാൽ മതി എന്ന് പറയുന്നതാണ് അസേർട്ടീവ്. അപ്പൊ ഒരിക്കലും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്താവരുത്, അസേർട്ടീവ് ആവരുത്. അതായത് കുട്ടികളുടെ അഭിപ്രായങ്ങളും കൂടെ കേൾക്കണം. അപ്പൊ ഒരു ടീച്ചർ അസേർട്ടീവ് ആവുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടീച്ചർ അസേർട്ടീവ് ആവുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടീച്ചർ പറയാണ് ഇതാണ് സംഭവം, നിങ്ങൾ ഇതങ്ങ് കേട്ടാ മതി, ഇതാണ് സംഭവം, ഇത് കേട്ടാ മതി, ഇതാണ് ശരി, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി എന്ന് പറയാണ്. നിങ്ങൾ ചോദ്യം ഒന്നും ചോദിക്കേണ്ട, ഇതാണ് സംഭവം എന്ന് പറയുന്നതാണ് അസേർട്ടീവ്. അത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ നല്ലതല്ല. ഇനി കൺഫോമിസ്റ്റ് എന്ന് പറയുന്നത് കൺഫോമിസ്റ്റ് നമ്മൾ കൺഫോം എന്ന് വെച്ചാൽ എന്താണ്, ഒരു റൂള് അടിയത്ത് വിശ്വസിക്കുന്ന
അചഞ്ചലനായിട്ടുള്ള ആളെന്ന് പറയില്ലേ, അതാണ് കൺഫോമിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ചില ആളുകളില്ലേ, ഞാൻ പിടിച്ച മുയലിന്റെ 3 കൊമ്പ് എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്നത്. അത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ നല്ലതാണോ? അല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അല്ലെ. ഇപ്പൊ ടീച്ചർ ഒരു കുട്ടി പറയാൻ ടീച്ചർ ഇങ്ങനെ ചെയ്തുകൂടെ ചോദിച്ചാൽ ഇല്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതങ്ങ് കേട്ടാൽ മതി എന്ന് പറയുന്നതാണ് കൺഫോമിസ്റ്റ്. അപ്പൊ ഒരിക്കലും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്താവാൻ പാടില്ല, അസേർട്ടീവോ കൺഫോമിസ്റ്റോ ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ കളഞ്ഞു. ഇനി ടെക്നിക്കൽ ആൻഡ് ഡോമിനറിങ്. ടെക്നിക്കൽ എന്ന് പറയുന്ന ടെക്നിക്കൽ ആവാം, കുഴപ്പമൊന്നുമില്ല അല്ലെ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കൽ, ഇപ്പൊ നമ്മൾ ICT ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടെക്നിക്കൽ എന്ന് പറയാം. പക്ഷെ അവിടെ ഡോമിനറിങ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഡോമിനേറ്റ് ചെയ്യുന്നത്. ഡോമിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ടീച്ചറോ കുട്ടിയോ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഡോമിനേറ്റ് ചെയ്യുക. അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവാൻ പാടില്ല. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കണം, ട്രാൻസാക്ഷണൽ ആയിരിക്കണം, റെസിപ്രോക്കൽ ആയിരിക്കണം അല്ലെ, കൊടുക്കൽ വാങ്ങലായിരിക്കണം. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാൾ മറ്റൊരാളെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ബിയും എടുക്കാൻ പറ്റില്ല. ഇനി സി നോക്കാം, പേഴ്സണൽ ആൻഡ് എമുലേറ്റീവ്. പേഴ്സണൽ എന്താണ്, നമ്മൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നല്ല ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ ക്ലാസ്. ഒന്നുകൂടെ പറയാം, എവിടെ പറയുന്നത് കേൾക്കുന്നില്ലേ? ബ്രേക്ക് ആകുന്നുണ്ട്. ക്ലിയർ ഉണ്ട്, നേരത്തെ ബ്രേക്ക് ആയിരുന്നു. ഓക്കെ ഒന്നുകൂടെ പറയാം. അതായത് ടെക്നിക്കൽ ആൻഡ് ഡോമിനറിങ്. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്നിക്കൽ ആവാം. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കൽ ആവുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ICT ഒക്കെ ഉപയോഗിക്കുമ്പോൾ ടെക്നിക്കൽ ആവാം അല്ലേ, പ്രശ്നം കാര്യമൊന്നും. പക്ഷെ ഡോമിനേറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും സൗണ്ട് പോകുന്നുണ്ടോ? ടെക്നിക്കൽ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല കമ്മ്യൂണിക്കേഷൻ. എന്തുകൊണ്ടാണ് ടെക്നിക്കൽ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം, ഇപ്പൊ ICT എനേബിൾഡ് ആയിട്ടുള്ള ടീച്ചിങ്ങിലൊക്കെ ടീച്ചിങ് എന്താണ്, ടെക്നിക്കൽ ആണ്. അതേസമയം ഡോമിനേറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോമിനേറ്റ് ചെയ്യുന്നതാണ്. ഡോമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ? ഡോമിനേറ്റ് ചെയ്യാൻ, അത് ചെയ്യാൻ പാടുണ്ടോ? ഡോമിനേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരാളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാം. യെസ്, അതുണ്ടാവാൻ പാടുണ്ടോ? ഇഫക്റ്റീവ് ആവണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പൊ ടീച്ചർ കുട്ടിയുടെ മുകളിൽ ആധിപത്യം കാണിക്കാം, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി എന്ന് പറയുന്നത് ഏതുപോലെയാണ്, അസേർട്ടീവ് പോലെയാണ്. അതുണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ ബിയും ചൂസ് ചെയ്യില്ല. ഇനി സി നോക്കാം, പേഴ്സണൽ. ഒരിക്കലും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ പേഴ്സണൽ ആവില്ല. പേഴ്സണൽ എപ്പോഴും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇംപേഴ്സണൽ ആയിരിക്കും അല്ലെ. അതായത് ഇപ്പൊ ടീച്ചറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് പറയാ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഒരിക്കലും പോവില്ല. പിന്നെ എമുലേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോ ഒരു ഇമിറ്റേഷൻ ഒന്നും ആവരുത്. അപ്പൊ നമ്മൾ ഇപ്പൊ ടീച്ചർ വേറൊരു ടീച്ചറിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പബ്ലിക് ഫിഗറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ അല്ലെ. അപ്പോ പേഴ്സണൽ ഇമുലേറ്റീവ് എന്നുള്ളത് നമ്മൾ കളഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളത് എന്താണ്, എംപത്തറ്റിക്കും പ്രാഗ്മാറ്റിക്കും ആണ്. എംപത്തറ്റിക് എന്നുള്ളത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണെന്ന് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. പ്രാഗ്മാറ്റിക് എന്താണ്, പ്രാഗ്മാറ്റിസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, പ്രാക്ടിക്കൽ എന്നാണ്. ഇപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രാക്ടിക്കൽ ആവണം അല്ലെ, പ്രാക്ടിക്കൽ ആയിരിക്കണം. അതാണ് പ്രാഗ്മാറ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എംപത്തറ്റിക്കും ആയിരിക്കണം, അതുപോലെ തന്നെ എന്തോ ആയിരിക്കണം, പ്രാഗ്മാറ്റിക്കും ആയിരിക്കണം. ഓക്കെ. എമിറ്റേറ്റീവ് എന്താ, എമുലേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ആവാൻ പാടില്ല. അതുപോലെ തന്നെ പേഴ്സണലും ആവാൻ പാടില്ല ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. പ്രാഗ്മാറ്റിസം എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് തോന്നുന്ന റിസർച്ചിലൊക്കെ വരുന്ന വേർഡാണ് പ്രാക്ടിക്കൽ, പ്രൂഫ് ഉള്ളത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വുഡ് ഇൻഫ്ലുവൻസ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ഇൻ എ ക്രിട്ടിക്കൽ വേ? ഇതിനകത്ത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കൂടുതലും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ഒറ്റ ഏരിയയിൽ നിന്നാണ് ഇത്രയും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അത് തിരിച്ചു തിരിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. സബ്ജക്ട് നോളജ് ഓഫ് ദി ടീച്ചർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ശരിയാണല്ലോ, ടീച്ചറിന്റെ സബ്ജക്ട് നോളജ് വേണം. ഇനി അക്കാഡമിക് ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ടീച്ചർ. അക്കാഡമിക് ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി നിങ്ങൾ നോക്കും, അതും വേണ്ടതാണല്ലോ. ടീച്ചിങ് സ്റ്റൈൽ പ്രിഫേർഡ് ബൈ ദ ടീച്ചർ വൈൽ ട്രാൻസാക്ടിങ്. ടീച്ചിങ് എയ്ഡ്സ് യൂസ്ഡ് ബൈ ദ ടീച്ചർ വൈൽ മേക്കിംഗ് പ്രസന്റേഷൻ. ഇനി നിങ്ങൾ ആലോചിക്കാം, എല്ലാ ടീച്ചേഴ്സിനും കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് സബ്ജക്ട് നോളജ് അല്ലെ.
എല്ലാ ടീച്ചേഴ്സും ഈ പറയുന്ന പരീക്ഷകളൊക്കെ എഴുതി പാസ്സായി വന്നിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അല്ലേ? അപ്പൊ അവർക്കൊക്കെ സബ്ജക്ട് നോളജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ ടീച്ചേഴ്സും വരുന്നത്. അതുപോലെ അക്കാഡമിക് ഇന്റലിജൻസ് അതുണ്ടോ എന്നുള്ളതൊക്കെ അവര് പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അവരുടെ ഇന്റലിജൻസ് ഒക്കെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ടീച്ചിങ് എയ്ഡുകള് എല്ലാവർക്കും സ്മാർട്ട് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലെ? സ്മാർട്ട് ബോർഡ് എല്ലാ ടീച്ചേഴ്സിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആണ്. പിന്നെ എവിടെയാണ് ഓരോ ടീച്ചറിന്റെയും ക്ലാസ് വ്യത്യസ്തമാക്കുന്ന എന്തായിരിക്കും? അവരുടെ സ്റ്റൈലായിരിക്കും. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? ടീച്ചിങ് സ്റ്റൈലാണ് പ്രിഫേർഡ് ബൈ ദ ടീച്ചർ വൈൽ ട്രാൻസാക്ടിങ്. ഒരു ടീച്ചർ എന്ത് സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ആ ടീച്ചറിനെ വ്യത്യസ്തയാക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തനാക്കുന്നത് അല്ലെ? അപ്പോ സബ്ജക്ട് നോളജ് ഉറപ്പായിട്ടും വേണം, അക്കാഡമിക് ഇന്റലിജൻസ് ഉറപ്പായിട്ടും വേണം. ടീച്ചിങ് എയ്ഡുകൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഓരോ ടീച്ചറും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എവിടെയാണ്? അവരുപയോഗിക്കുന്ന സ്റ്റൈലാണ് അവരെ വ്യത്യസ്തരാക്കുന്നത് അല്ലെ? അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ചില ആളുകൾ പറയാം അവർക്ക് അറിയാം, ടോപ്പിക് അറിയാം, പക്ഷെ അത് എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കണം എന്ന് അറിയില്ല. അപ്പൊ അവിടെ ഒരു ടീച്ചർ എന്ത് സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ആ ടീച്ചറിനെ വ്യത്യസ്തയാക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുമ്പോൾ എന്തൊക്കെ വെച്ചിട്ടാണ് ഉദാഹരണം പറയുന്നത് എന്നുള്ളത് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയാം. മെത്തേഡ് ഓഫ് ടീച്ചിങ്, സ്റ്റൈൽ ഓഫ് ടീച്ചിങ്, അതാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കുന്നത് അല്ലെ? ഇപ്പൊ എല്ലാ ടീച്ചേഴ്സും ഇപ്പൊ ഒരേ സാധനം തന്നെ ഇപ്പൊ ഞാനിങ്ങനെ മോണോട്ടണസ് ആയിട്ട് പറഞ്ഞു പോവാ, അതായത് കഥാപ്രസംഗം ഒക്കെ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ഞാൻ കഥാപ്രസംഗം പറയുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒരു തളർന്ന ശബ്ദത്തിൽ പറയുവാണ്. ഈ സെയിം സാധനം തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരേ സാധനം തന്നെയാണ് ഞാൻ ഈ പറയുന്ന അതേ കാര്യം തന്നെ ഒരു ഭയങ്കര മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു ശബ്ദത്തിൽ, ഒരു വിരസമായിട്ടുള്ള ശബ്ദത്തിൽ ഇങ്ങനെ നമ്മൾ പറയില്ലേ ഒരു ഉഷാറില്ലാത്ത രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശബ്ദമൊന്നും ഒട്ടുമില്ല അല്ലെ? ചില ടീച്ചേഴ്സൊക്കെ നമ്മൾ പറയില്ലേ അതിനേക്കാളും നല്ലത് താരാട്ട് പാടുന്ന പോലെയാണ്. ചില ടീച്ചേഴ്സിന് ശബ്ദം ഉണ്ട്. അത് ഞാൻ എഗെയിൻ ഇതൊന്നും കുറ്റമായിട്ട് പറയുന്നല്ല, പക്ഷെ അതൊക്കെ എന്താണ് ഒരു ക്ലാസ്സിൽ ഒരാൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിന് ഒരു പ്രധാന കാരണം ആ ടീച്ചറിന്റെ ശബ്ദത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ശബ്ദമില്ലാത്ത ടീച്ചേഴ്സൊക്കെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു പരിധി വരെ ആ ക്ലാസ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ടീച്ചറിന്റെ ശബ്ദമായിരിക്കും. അപ്പൊ കുറച്ച് ബേസുള്ള ശബ്ദമൊക്കെ ഉള്ള ആളാണെങ്കിൽ കുറച്ച് ഒരു ആ ക്ലാസ്സിന് ഒരു എന്താണ് ഒരു പവർ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ടീച്ചറിന്റെ സ്റ്റൈലാണ് ആ ക്ലാസ് ഇഫക്റ്റീവ് ആണെന്നുള്ളത്. അതല്ലാതെ ടീച്ചർ പറയുന്ന ടോപ്പിക് അല്ല ശരിക്കും മാറ്റർ, ടീച്ചർ അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരേ കാര്യം തന്നെ ഇപ്പൊ പലരും അവതരിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് അവതരണ രീതി വ്യത്യാസപ്പെടുമ്പോഴാണ് അത് കേൾക്കാൻ നമുക്ക് താല്പര്യം തോന്നുന്നത് അല്ലെ? ഒരേ സാധനം തന്നെ പല രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കത് കേട്ടോണ്ടിരിക്കാൻ തോന്നും. ഇപ്പൊ ആളുകൾ കൂടുതൽ വാർത്ത കാണുന്നതിന്റെ ഒരു കാരണം എന്താണ്? അതിന്റെ അവതരണത്തിൽ വന്നിട്ടുള്ള മാറ്റം തന്നെയാണല്ലേ? അതായത് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇങ്ങനെ ഒരാൾ വരുന്നു, മറ്റേ ഇങ്ങനെ എന്താണ് പേപ്പറിലുള്ളത് ഇങ്ങനെ വെറുതെ വായിച്ചു പോകുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ എന്താണ് ഒരു പ്രത്യേക രീതിയിലാണ് അല്ലെ വാർത്ത വായിക്കുന്നത്. എന്താണ് കടുകട്ടിയായിട്ടുള്ള എന്താണ് ഭാഷാ പ്രയോഗങ്ങളും അല്ലെ? പ്രത്യേകിച്ച് ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു രസമായിട്ട് തോന്നും അല്ലെ? അത് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ കേട്ടോണ്ടിരിക്കാനെന്നൊക്കെ അല്ലെ? ഭയങ്കര വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനം ആടുന്ന വാർത്താ വായനക്കാരുണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് കേട്ടിരിക്കാൻ ഒരു രസമുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കേൾക്കും. അപ്പൊ വാർത്തയൊക്കെ സംഭവം സെയിം ആയിരിക്കും. ഇപ്പൊ അപ്പുറത്തെ ന്യൂസിലൊക്കെ ഒരേ വാർത്തയായിരിക്കും പറയുന്നത്, പക്ഷെ ഒരു വാർത്ത അവതാരകൻ അത് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മൾ അത് കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ? നമ്മള് കുറെ നാള് ഈ 24ഉം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദൂരദർശനം ഒന്ന് കേട്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ കാണുന്ന പോലെ ഉണ്ടാവും നമുക്ക്. അപ്പൊ അത് എങ്ങനെയാണ് അത് ഈ രീതി ശരിക്കും ആ രീതി തെറ്റുന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് ആളുകളെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഈ നവയുഗത്തില് ആളുകളെ കുറച്ചും കൂടി എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഏത് രീതി ഉപയോഗിക്കണം എന്ന് ഒക്കെ മനസ്സിലാക്കിയവരങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അത് ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ക്ലാസ് റൂമിനകത്ത് ആ ടീച്ചറിന്റെ സ്റ്റൈലാണ് ആ ക്ലാസ് റൂമിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഓവർലാപ്പ് ചെയ്ത് വരും ടോപ്പിക്. അതായത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഹിന്ദു കമ്മ്യൂണിക്കേഷൻ, ബുദ്ധിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ റിലേറ്റഡ് ആയിട്ടൊക്കെ, അതായത് പൊളിറ്റിക്കലി എങ്ങനെയാണ് നമ്മൾ ഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആ തരത്തിലേക്കൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യപേപ്പറിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കാരണം ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടൊരു ധാരണ കിട്ടാനാണ് ഈ ചോദ്യങ്ങൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ധാരണ കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ തൊട്ട് മുന്നേ നടന്ന എക്സാമില് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഓക്കെ.